ഹായ്, മല്ലു ടെക്നോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നോക്കിയ 2 ഫോണിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. തുടങ്ങാം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എൻ്റെ പ്രൈമറി ഡിവൈസായിട്ട് യൂസ് ചെയ്തൊരു ഫോണാണ് നോക്കിയ 2. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നോക്കിയ എന്നുള്ള ബ്രാൻഡിങ് കാണാം. അതിനടുത്തായിട്ടാണ് നമ്മുടെ റിസീവർ, അതിനടുത്ത് ഒരു കോൾ സെൻസർ ഉണ്ട്, അതിനടുത്താണ് നമ്മുടെ ഫ്രണ്ട് ഫേസിങ് 5 MB ക്യാമറ. ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 5 ഇഞ്ച് IPS ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. ഫോണിലെ ബട്ടൺസ് എല്ലാം ഡിസ്പ്ലേക്ക് ഉള്ളിലാണ്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഫോണ് കീയിൻ്റെ കൂടെ വല്ലതും പോക്കറ്റിലിട്ടാൽ സ്ക്രാച്ച് ഒന്നും വരുന്നതല്ല. അതുപോലെ തന്നെ ബാക്കിലത്തെ ക്യാമറയും ഈ ഗൊറില്ല ഗ്ലാസ് 3 കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ 2-3 പ്രാവശ്യം താഴെ വീണായിരുന്നു. അപ്പോൾ സൈഡിലത്തെ ഈ ഒരു മാർക്കല്ലാതെ വേറൊരു മാർക്കും ഡിസ്പ്ലേക്കോ വേറെ ഒന്നിനും ഒരു പ്രശ്നമില്ല. ബാക്കിൽ മുകളിലായിട്ട് നമ്മുടെ മെയിൻ ക്യാമറ ഉണ്ട്. 8 MB ആണ് റെസൊല്യൂഷൻ. 720p 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ വീഡിയോ റെക്കോർഡിംഗ് പോസിബിൾ ആണ്. അതിന് താഴെയായിട്ട് നമുക്കൊരു ഫ്ലാഷ് അവൈലബിൾ ആണ്. ഫോണിൻ്റെ ബാക്ക് സൈഡിലും നോക്കിയയുടെ ബ്രാൻഡിംഗ് ഉണ്ട്. അതിന് താഴെയായിട്ടാണ് സ്പീക്കർ ബാക്ക് സൈഡിലായതിനാൽ താഴെ വയ്ക്കുമ്പോൾ ഒച്ചത്തിൽ സൗണ്ട് കേൾക്കാൻ പാടാണ്. ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സാധാരണ മൈക്രോ USB ചാർജിങ് പോർട്ടാണ്. ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ അല്ല. അതിന് സൈഡിലായിട്ട് നമുക്കൊരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്വിച്ചോ പോർട്ടോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം ബട്ടൺ നൽകിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ തന്നെ ഈസി ആയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ തന്നെയാണ് പവർ ബട്ടൺ നൽകിയതും. ഫോണിൻ്റെ മുകളിലായിട്ടൊരു 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതിന് സൈഡിലായിട്ടാണ് രണ്ടാമത്തെ നോയ്സ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് അലൂമിനിയം കൊണ്ടാണ്. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ്. ബാക്ക് കവർ ഊരിയെടുക്കാൻ പറ്റാവുന്നതാണ്. ഫോണിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റുന്നതല്ല. ബാക്ക് കവർ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി കാർഡും സിം കാർഡും ഇടുന്ന പോർട്ട് ആക്സസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഡുവൽ സിം ഫോണാണ് നോക്കിയ 2. ഒരു സിംഗിൾ മെമ്മറി കാർഡ് സ്ലോട്ടാണ്. 128 GB വരെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറി കാർഡ് സ്ലോട്ടാണ്. 2 നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് നൽകിയതിനാൽ കോൾ ചെയ്യുമ്പോഴെല്ലാം നല്ല ക്വാളിറ്റിയിൽ റിസീവറിന് ഓഡിയോ കേൾക്കാവുന്നതാണ്. ഈ ഫോണിൽ 1 GB റാം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ഈ ഫോണിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാം. കാരണം നമ്മൾ എന്തെങ്കിലും മൾട്ടി ടാസ്കിങ്ങോ അല്ലെങ്കിൽ ഗെയിമോ കളിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഫോൺ റീസ്റ്റാർട്ട് ആവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റുള്ള ഫോണുകൾക്കെല്ലാം 2 GB റാം അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ മറ്റൊരു പോരായ്മയാണ് സ്റ്റോറേജ് കപ്പാസിറ്റി. 8 GB ആണ് നോക്കിയ നമുക്ക് നൽകിയിട്ടുള്ള സ്റ്റോറേജ്. അതിൽ 4 GB മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. 4100 mAh കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ് നോക്കിയ 2ൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബാറ്ററി ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് ഏറ്റവും മികച്ച ബാറ്ററി ലൈഫ് നൽകുന്ന ഒരു ഫോണാണ് നോക്കിയ 2. എൻ്റെ പേഴ്സണൽ യൂസിൽ എനിക്ക് 1.5 ദിവസം വരെയൊക്കെ ബാറ്ററി നിന്നിട്ടുണ്ട്. നോക്കിയ 2 ഇപ്പോൾ ആൻഡ്രോയിഡ് 7.1.1 നൗഗറ്റിലാണ് റൺ ചെയ്യുന്നത്. ഉടനെ തന്നെ ഓറിയോ അപ്ഡേറ്റ് വരുമെന്ന് നോക്കിയ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഒരുപാട് പേര് അൺബോക്സിങ് വീഡിയോയുടെ കമൻറ്റിൽ ചോദിച്ചായിരുന്നു ഗെയിമിംഗ് ടെസ്റ്റ് ഒന്ന് ചെയ്യാൻ. ഇതിലെ സ്റ്റോറേജ് അത്ര കുറവായതുകൊണ്ട് ഗെയിമുകളൊന്നും എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൂടാതെ വാട്സാപ്പ് യൂസ് ചെയ്യുമ്പോൾ പോലും ഫോൺ ഹീറ്റ് ആവാറുണ്ട്, ഇടയ്ക്ക് റീസ്റ്റാർട്ട് ആവാറുമുണ്ട്. ഇനി ഈ ഫോണിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോയും കുറച്ച് ഇമേജസുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്താണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.